ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നുമായിട്ട് എടുത്ത ട്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫ്രൈഡേ പറഞ്ഞിരുന്നു ഈ ഒരു പൊസിഷനിൽ നിന്ന് 4 അവറിൻ്റെ ഐഡിയയും എടുത്തിട്ട് പ്രൈസ് ഒരു കൺഫർമേഷൻ തന്നിട്ടുണ്ട്, നല്ലൊരു കൺഫർമേഷൻ. പക്ഷേ നമുക്ക് മൺഡേ ഓപ്പൺ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൺഡേ ഓപ്പൺ ചെയ്തത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ഗ്യാപ്പിലാണ് പ്രൈസ് ഓപ്പൺ ചെയ്തത്. ഈ ഗ്യാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡേ തന്നെ പറഞ്ഞു വെച്ചാൽ പ്രൈസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്രൈസ് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഈ ഒരു ഓർഡർ ഫ്ലോയിലേക്ക് വരാം, എന്നിട്ട് ചിലപ്പോൾ ഈ ഓർഡർ ഫ്ലോയിൽ വന്നിട്ട് വീണ്ടും മൂവ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഓർഡർ ഫ്ലോയിൽ ഡയറക്റ്റ് വന്നാൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് എൻട്രി എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തു പ്രൈസ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ലോ നമ്മൾ എടുത്തതുപോലെ ഫ്രൈഡേ ഒരു ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് എടുത്തു. ബാക്കി നമ്മൾ ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ബ്രേക്ക് ഈവൻ കറക്റ്റായിട്ട് വന്ന് ഹിറ്റ് ചെയ്തു. പക്ഷേ ബ്രേക്ക് ഈവൻ ഹിറ്റ് ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ നിന്നൊരു നല്ലൊരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയിരുന്നു. ആ കൺഫർമേഷൻ നമ്മളൊരു സെല്ല് നോക്കിയിട്ടുണ്ടായിരുന്നു. പ്രൈസ് 50 മിനിറ്റിലും 1 അവറിൽ പ്രൈസ് ഓൾറെഡി ബിയറിഷാണ്. നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, ആ സെല്ല് നോക്കാം. അപ്പോൾ ഈ സെല്ല് നോക്കി വേറെ ഒന്നുമല്ല, ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ സെല്ല് ഞാൻ നോക്കിയത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ സെക്ഷൻ്റെ നോക്കണമെങ്കിൽ നമ്മുടെ പ്രീവിയസ് സെക്ഷനായ ന്യൂയോർക്ക് സെക്ഷൻ്റെ ഹൈ എടുത്തിട്ടുണ്ട്. ഹൈ എടുത്ത് ഗ്യാപ്പിലാണ്, അതിനുശേഷം ഏഷ്യൻ സെക്ഷൻ ഓപ്പൺ ചെയ്തപ്പോൾ ആ ഹൈ ഒന്നും കൂടി എടുത്തിട്ട് പ്രൈസ് താഴേക്ക് വന്നിട്ട് അപ്പോൾ നമ്മളവിടെ ഒരു 50 മിനിറ്റിലൊരു സിംഗിൾ ക്യാൻഡിൽ നോക്കി നമ്മൾ സെല്ലെടുത്തു. നമുക്ക് ഏകദേശം ഇവിടം വരെയാണ്, പക്ഷേ നമ്മളെന്നാലും ഏഷ്യൻ്റെ ലോ വരെയാണ് ഒരു ട്രേഡ് നമ്മുടെ ടാർജറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടാർജറ്റ് കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് ഓൾറെഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രേഡ് ബ്രേക്ക് ഈവൻ അടിച്ചിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ 2 പൊസിഷനിലേക്ക് നോക്കുന്നത് ഇതാണ്. നമുക്ക് 2 പൊസിഷനിലേക്ക് നോക്കുക. പ്രൈസ് നല്ല ബുള്ളിഷ് ആണെങ്കിൽ നമ്മൾ വിയർഷിലേക്ക് നോക്കുകയില്ല. പക്ഷേ നമുക്ക് 2 ഏരിയയിലേക്കും നമുക്ക് എൻട്രി പൊസിഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ധൈര്യമായിട്ട് നോക്കാവുന്നതാണ്. പിന്നെ പ്രൈസ് നമുക്ക് ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് ആദ്യം നമുക്ക് പ്രീവിയസ് വീക്കിൻ്റെ ലോയൊക്കെ ലിക്വിഡേറ്റ് ചെയ്തു, സെക്ഷൻ്റെ ലോയൊക്കെ ലിക്വിഡേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ നല്ലൊരു IFC ക്യാൻഡിലൊക്കെ തന്നു. പക്ഷേ ഞാൻ കയറിയില്ല ഈ എൻട്രിയിൽ. അതായത് എനിക്ക് ഉറപ്പായിരുന്നു പ്രൈസ് ഈ ഒരു ഓർഡർ ഫ്ലോയിലേക്ക് വരുമെന്ന്. 4 അവറിൻ്റെ ഓർഡർ ഫ്ലോയാണ്. നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഓർഡർ ഫ്ലോയാണ് ആ വന്നിരിക്കുന്നത്. 4 അവറിൽ ഓൾറെഡി ഹൈ പ്രയോറിറ്റി ഓർഡർ ഫ്ലോ ആയെന്ന് പറയും. 4 അവറിൽ ഓൾറെഡി ബ്രേക്ക് ഫ്രക്ചർ തന്നിട്ടുണ്ട്, മേജർ ഹൈ തന്നിട്ടുണ്ട്, അതിനുശേഷം വരുന്ന ഓർഡർ ഫ്ലോയാണ്. അപ്പോൾ ട്രാപ്പ് കുറയുന്ന ഒരു ഓർഡർ ഫ്ലോയാണ്. നമ്മൾ ഏതൊരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ട്രാപ്പ് ഉണ്ടാവും, എൻട്രി മൊഡ്യൂൾ ടാപ്പ് ഉണ്ടാവും. നമ്മൾ എത്ര വലിയ ഹൈ പ്രയോറിറ്റി എൻട്രി മൊഡ്യൂളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതിനകത്തും ട്രാപ്പ് വരുന്ന പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ ട്രാപ്പ് ഐഡൻറ്റിഫൈ ചെയ്തില്ലെങ്കിൽ നമ്മളൊരു ഗുഡ് ട്രേഡർ അല്ല. ഇതൊരു ട്രാപ്പായിരുന്നു. ആ ട്രാപ്പ് ബ്രേക്ക് ചെയ്തു, പ്രൈസ് നമ്മുടെ ഇവിടെ എത്തി. നമുക്ക് അവിടെ ഒരു 50 മിനിറ്റിൽ IFC ക്യാൻഡിൽ ഉണ്ടായിരുന്നു. ഒരു 4 അവറിൻ്റെ മാത്രമല്ല 1 അവറിൻ്റെ ഒരു ഓർഡർ ഫ്ലോയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ 5 മിനിറ്റിലും നമുക്കൊരു കൺഫർമേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഈ 50 മിനിറ്റിൻ്റെ അടുത്തെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 5 മിനിറ്റിൻ്റെ അടുത്തെന്ന് വിചാരിക്കുക. നമ്മൾ ഇവിടെ നിന്ന് ഒരു എൻട്രി പൊസിഷനിൽ കയറി പ്രൈസ് മൂവ് ചെയ്തു നമ്മളിവിടെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് വേറെയും കൺഫർമേഷൻ വേണ്ടത്. നമുക്ക് വേറെ എന്തെങ്കിലും എൻട്രി മോഡുകൾ കിട്ടണമെങ്കിൽ ആ ഒരു എൻട്രി മോഡുകൾ വഴി നമുക്ക് എന്ത് ചെയ്യുക, എൻട്രിയിലേക്ക് കയറാം. ഇവിടെ പ്രൈസ് വന്നു, റിയാക്ട് ചെയ്തു, ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ചോക്കായിട്ട് വരുന്ന ക്യാൻഡിൽ അവിടെ നമുക്ക് ഫ്ലിപ്പായിരുന്നു, റിയാക്ട് ചെയ്തു, ബ്രേക്ക് ചെയ്തു, ബോഡി ബ്രേക്ക് തന്നെ ഇവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഫ്ലിപ്പിനുള്ള ചാൻസ്. ഫ്ലിപ്പ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ട്രേഡാണ് ഫ്ലിപ്പ് എൻട്രി. പ്രൈസ് വന്നു, നമ്മൾ ഫസ്റ്റ് ട്രേഡ് എവിടെ വെച്ചിരുന്നു വെച്ചത്, നമുക്ക് വേണമെങ്കിൽ 1 അവറിൻ്റെ ഐഡിയം വെക്കാം, അല്ലെങ്കിൽ 1 അവറിൻ്റെ OB വെക്കാം. 1 അവറിൽ ഓൾറെഡി പ്രൈസ് ബിയറിഷാണ്. ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടിയാൽ ധൈര്യമായിട്ട് സെല്ലെടുക്കാവുന്നതാണ്. സെല്ലെടുത്തു. പക്ഷേ ഇത് ഫ്ലിപ്പ് ആകുമ്പോൾ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്ക് ഫ്ലിപ്പ് തന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു വാലിഡ് OB ഇല്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു വാലിഡ് OB നമുക്ക് അവിടെ വന്നിട്ടില്ല. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു വാലിഡ് OB ഇല്ല. നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയൊന്നും ഗോൾഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്തതിന് ശേഷം പ്രൈസ് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിയുമ്പോഴത്തേക്കും പ്രൈസ് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഈ ഒരു വൈറ്റ് ക്യാൻഡിൽ ലോ ബ്രേക്ക് ഉണ്ട്. ഇവിടെ ഒരു സിംഗിൾ ക്യാൻഡിൽ നോക്കണ്ടേ. അപ്പോൾ നമ്മൾ നേരെ 5 മിനിറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ ഒരു 5 മിനിറ്റിൽ നല്ലൊരു സിംഗിൾ ക്യാൻഡിൽ പ്രൈസ് തന്നിട്ടുണ്ട്. അവിടെ ബോഡി ബ്രേക്ക് ചെയ്തു, നേരെ വന്ന് അതിൽ ട്രിഗർ ആയിട്ടുണ്ട്. നമ്മൾ ആ ഒരു എൻട്രിയാണ്, നല്ലൊരു പൊസിഷനാണ്. പ്രൈസ് അതിന് ശേഷം മൂവ് ചെയ്ത് നോക്കിയാൽ എൻ്റെ ഫസ്റ്റ് TP ഓൾറെഡി ഹിറ്റ് ചെയ്തു. ഫസ്റ്റ് TP നമ്മൾ ഈ ഒരു പൊസിഷനിൽ തന്നെയാണ് വെച്ചിരുന്നത് വെച്ചാൽ ഈ ഒരു OB ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു OBയിൽ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഓൾറെഡി ഈ OBയുടെ റിയാക്ഷൻ കഴിഞ്ഞതാണ്. അപ്പോൾ ഈ OB ഫെയിൽ ആകാനുള്ള സാധ്യത കൂടുതൽ. നമുക്ക് ഈ ഹൈ വെക്കാം. ഫസ്റ്റ് TP കഴിഞ്ഞു. സെക്കൻഡ് നമുക്ക് ഇനി ഈ ഒരു പൊസിഷനാണ് നമുക്ക് ഇനി ട്രേഡ്. നമുക്ക് അതിൻ്റെ ഇടയിൽ നോക്കാം. നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ഈ ഹൈ വേണമെങ്കിൽ നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 50 മിനിറ്റിലൊക്കെ പോയിട്ട് ഇവിടെ ഒരു ഇതുണ്ടെങ്കിൽ അത് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. സുഖമായിട്ട് നമുക്ക് ഈ ഒരു ഓർഡർ ഫ്ലോയും ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ പ്രൈസ് ഇനി ഓർഡർ ഫ്ലോയിൽ വന്ന് തിരിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ സെല്ലും കൂടി നോക്കാവുന്നതാണ്. അപ്പോൾ ഒരു അടിപൊളി കൺഫർമേഷനാണ്. ട്രാപ്പൊന്നും ഇല്ലാതെ വളരെ സിമ്പിൾ. ട്രാപ്പ് ഇല്ലയെന്നല്ല, ട്രാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ് നല്ല ട്രാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യും. ഇപ്പോൾ എൻ്റെ കോഴ്സിൽ മെയിനായിട്ട് വരുന്നൊരു കാര്യമാണ് ട്രാപ്പ് ഐഡൻറ്റിഫിക്കേഷൻ. നമ്മൾ ഓരോ എൻട്രി മോഡുകളും ഓരോ POI പറയുമ്പോൾ അതിൻ്റെ ട്രാപ്പും കൂടി പറഞ്ഞു കൊടുക്കുന്നതാണ്.